ആക്ച്വലി വാട്ട് ഈസ് സ്ട്രെസ്? ഒരു ബേസിക് ഒരു സാധാരണക്കാരനോട് ചോദിക്കുകയാണെങ്കിൽ വാട്ട് ഈസ് ആക്ച്വലി സ്ട്രെസ്? ഈ വിഷയം സംസാരിക്കുമ്പോൾ ബുക്കിൽ എഴുതി വെച്ച ഒരു കണ്ടന്റ് ഉണ്ടാവും, നമുക്ക് അനുഭവത്തിലൂടെ മനസ്സിലാക്കുന്ന കാര്യങ്ങളുണ്ടാവും, ചില യാഥാർത്ഥ്യങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പോൾ ഈ ഒരു ചുരുങ്ങിയ സമയത്ത് വിശദമായി പറയാൻ പറ്റില്ലെങ്കിലും ഞാൻ മനസ്സിലാക്കിയ കാര്യം പറയുകയാണെങ്കിൽ സ്ട്രെസ്സ് നമുക്ക് ഭാരം താങ്ങാൻ പറ്റാത്ത അവസ്ഥ മനസ്സിൽ വരുമ്പോഴാണ് ഇത് വരിക. അതേസമയത്ത് ഇത് ചെറുപ്പത്തിൽ നമ്മുടെ മൈൻഡ് എങ്ങനെയാണോ കുട്ടികൾ ഇപ്പോൾ അന്ന് ഇപ്പോൾ പ്രധാനമായിട്ടും സൈക്കോളജി പറയുന്നതാണ്, നമ്മൾ 2 വയസ്സ് മുതൽ ഒരു 6-7 വയസ്സ് വരെ നമ്മൾ ആരെ കൂടെയാണോ നിലനിൽക്കുന്നത് അവരെ ഒരു കൂടുതൽ അവരെ കാര്യങ്ങളാണ് ഫീഡ് ചെയ്ത് ആ ഒരു പ്രതിഫലനമാണ് ജീവിതത്തിലുടനീളം വരിക. റിഫ്ലക്ഷൻ. ദേഷ്യം പിടിക്കുന്നതാണെങ്കിലും എന്ത് വിഷയത്തിലാണെങ്കിലും ഒരാളോട് വെറുതെ ഇപ്പം നമ്മുടെ ട്രാൻസാക്ഷൻ അനലൈസിസിലൊക്കെ പറയുന്ന പാരൻ്റൽ ഈഗോ, എപ്പോഴും ഒരു വല്യാപ്പൻ്റെ സ്വഭാവം കാണിക്കുക, അല്ലെങ്കിൽ ഒരു വളരെ ചൈൽഡിഷ്. ഞാനൊരു ഒറ്റ കാര്യം ഇടപെട്ട് ചോദിച്ചോട്ടെ, ഇതൊരു പേഴ്സണൽ ചോദ്യമായിട്ട് എടുത്താൽ മതി. ഈ ട്രോമ എന്ന് പറയുന്ന സാധനവും സ്ട്രെസ്സും തമ്മിൽ ഡയറക്റ്റോ ഇൻഡയറക്റ്റോ കണക്ഷൻ ഉണ്ടോ? കറക്റ്റായിട്ടുണ്ട്. അതായത് ഈ വല്യാപ്പ ഭാവം എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് ചോദിക്കാൻ തോന്നിയത്. അല്ല, അത് നിർബന്ധമായി അത് ശരിക്കുണ്ട്. ഞാൻ മറ്റൊന്ന് മനസ്സിലാക്കേണ്ടത്, ഈ ട്രോമ എന്ന് പറയുമ്പോൾ അത് അപകടം എന്ന് പറഞ്ഞാൽ മാനസികമായ എല്ലാം ഉണ്ടല്ലോ, പ്രതീക്ഷിക്കാത്തൊരു സംഭവം. നമ്മൾ ഒരു പെൺകുട്ടിയാവട്ടെ അല്ല ഒരു ആൺകുട്ടി ആവട്ടെ, ആ ഒരു 15-20 വയസ്സിനുള്ളിൽ ഇങ്ങനെ വളരെ സേഫായിട്ട് കളിക്കുമ്പോൾ ഒരു പ്രതീക്ഷിക്കാത്തൊരു സംഭവം ഒരാളടുത്ത് ഉണ്ടാവുന്നു, അത് ട്രോമ തന്നെയാണ്. അങ്ങനത്തെ ട്രോമകളാണ് കൂടുതലായിട്ട് ഈ മാനസിക രോഗത്തിലേക്ക് പോകുന്നത്. എൻ്റെ അനുഭവത്തിൽ തന്നെ ഈവൻ ചില ക്ലാസ്സുകൾ പോയി ചില തുടർച്ചയായിട്ടുള്ള മെഡിറ്റേഷൻസ് അതും ചിലപ്പോൾ ട്രോമയിലേക്ക് എത്തിക്കും. അപ്പോൾ എന്തായാലും അതൊരു മനുഷ്യന് താങ്ങാൻ പറ്റുന്നതിൽ അപ്പുറത്തുള്ളൊരു സമ്മർദ്ദം വന്നാൽ കണ്ടിന്യൂസ് ആയിട്ട് വരികയാണെങ്കിൽ അത് ട്രോമ ആയിട്ട് നമുക്ക് പരിഗണിക്കാം. അതാണ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് സ്ട്രെസ്സിലേക്ക്. യെസ് അതാണ് ഇപ്പോൾ നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്ന സംഭവം. അപ്പോൾ സ്ട്രെസ്സിൻ്റെ ഡെഫിനിഷൻ കാര്യമൊക്കെ സയന്റിഫിക്കലി പറയാനുണ്ടാവാം. ഞാൻ സാറ് പറയുന്നത് പുസ്തകത്തിൽ ഒന്നുണ്ട്, അനുഭവത്തിൽ വേറെ. അപ്പോൾ സ്ട്രെസ് അങ്ങനെയാണ്. സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാനുള്ള കുറച്ച് ടെക്നിക്കുകൾ. സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാനുള്ളത് ചില ഒരു പ്രോപ്പർ വെൽനെസ് ലൈഫ് സ്റ്റൈലിലേക്ക് ആൾ കൊണ്ടുവരിക എന്നുള്ള ആദ്യത്തത്. ഇപ്പോൾ ഈ നേരത്തെ ഉറങ്ങുന്ന സ്വഭാവം, പകൽ ഉറങ്ങാതിരിക്കുക. ഈ പകൽ ഉറങ്ങുന്നതൊക്കെ ശരിക്കും നീർക്കെട്ടും തലൻ്റെ ഇൻഫ്ലമേഷൻസ് കൂട്ടുകയുള്ളൂ. അപ്പോൾ അതുപോലെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടാതിരിക്കുക. ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ ആണെങ്കിലും ഏത് കാര്യമാണെങ്കിലും ഇപ്പോൾ എല്ലാം കേട്ട് എല്ലാം വായിച്ച് എല്ലാം കൂടി രാവിലെ തന്നെ തലേക്ക്. അതൊരു ആധ്യാത്മിക ഒരു സ്പിരിച്വൽ ലീഡർ ഒരിക്കൽ പറയണ്ടായത്, ഞാൻ അദ്ദേഹത്തിൻ്റെ വീഡിയോ, ഇന്ത്യൻ സ്പിരിച്വൽ ലീഡർ തന്നെയാണ്, അദ്ദേഹം പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. നിങ്ങൾ ദിവസത്തിൽ ഒരു 80% സോഷ്യൽ മീഡിയയിൽ നിന്ന് മാറി നിൽക്കാൻ നിങ്ങൾക്ക് പറ്റിയാൽ ആ 20% ആ ടൈം ചിലവഴിക്കുന്നത് 80% നിങ്ങൾ ഫ്രീ ടൈം കൊണ്ട് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റണം. കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ അതിലേക്ക് കൂടുതൽ ഇടപെടരുത്. കാരണം അവിടെ ഒരുപാട് ടൈപ്പ് ഇൻഫോർമേഷൻസ് ഉണ്ട്. ആ ഇൻഫോർമേഷൻസ് നമുക്ക് പ്രോസസ്സ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. ഇപ്പോൾ ഡോക്ടർക്ക് ഞാനൊരു ചെറിയ എക്സാമ്പിൾ അല്ല, സ്റ്റാറ്റിസ്റ്റിക്സ് പറയാം. ഒരു മനുഷ്യൻ്റെ ബ്രെയിനിന് പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റി 2500 തോട്ട്സ് ആണ് അത്ര ഒരു ദിവസത്തിൽ. സൈക്കോളജിസ്റ്റുകൾ പറഞ്ഞതാണ്. ഞാൻ ആ ഫീൽഡിൽ നിന്ന് മീഡിയ ഫീൽഡിൽ നിന്ന് വരുന്നത് കൊണ്ട് ഞാൻ പഠിച്ചൊരു കണക്കാണത്. പക്ഷെ ഇന്ന് സോഷ്യൽ മീഡിയയിൽ നമുക്ക് കിട്ടുന്ന ഇൻഫോർമേഷൻസ് ഇസ് അറൗണ്ട് 35,000 തോട്ട്സ്. 35,000 തോട്ട്സ് നമ്മളെ ബ്രെയിനിലേക്ക് സോഷ്യൽ മീഡിയ വഴി വരും. പക്ഷെ 2500 തോട്ട്സ് പ്രോസസ്സ് ചെയ്യാനുള്ള കപ്പാസിറ്റി നമ്മൾ ബ്രെയിനുള്ളൂ. അപ്പോൾ സാറ് പറഞ്ഞ പോലെ സ്ട്രെസ് വരാനുള്ളൊരു പ്രധാന കാരണം ഇത് തന്നെയാണ്. കറക്റ്റാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു കാര്യം ഈ ആഴ്ച ചെയ്യണമെന്ന് ഉദ്ദേശിച്ചൊരു കാര്യമായിരിക്കും. അപ്പോൾ ആ കാര്യം നടക്കണമെങ്കിൽ ഓരോ ദിവസവും ഇത്ര സമയമെങ്കിലും അതിൽ സ്പെൻഡ് ചെയ്താലേ നടക്കുള്ളൂ. പക്ഷെ അത് നടത്താൻ പറ്റില്ല. കാരണം അപ്പുറത്തുനിന്ന് മെസ്സേജ് ഇപ്പുറത്തുനിന്ന് മെസ്സേജ് ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മളെ ഫോക്കസ് തെറ്റുന്നു, കാര്യങ്ങൾ സമയത്ത് നടക്കുന്നില്ല. അപ്പോൾ അതൊക്കെ സ്ട്രെസ്സിലേക്ക് തന്നെ കൊണ്ടുപോകുന്നില്ല. സാറേ, യോഗ എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന മൈൻഡ് കൺട്രോളിങ്, മൈൻഡ് റിജനുവേഷൻ ട്രീറ്റ്മെൻറ്റ്, ടൈഗ്രീസിൽ അങ്ങനത്തെ ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ടെന്ന് ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലായി. ഈ ട്രീറ്റ്മെൻറ്റ്സ് കൊണ്ട് ഈ പറയുന്ന നമ്മുടെ ഈ സ്ട്രെസ്സിനെ നിയന്ത്രിക്കാൻ എങ്ങനെ? ശരിക്കും യോഗ എന്ന് പറയുമ്പോൾ നമ്മുടെ എക്സസൈസിനോട് കൂടെ തന്നെ ബ്രീത്ത് എടുക്കുമ്പോൾ യോഗ ആവുന്നു. അത്രയുള്ളൂ അതിൻ്റെ ഒരു ബേസിക്. അപ്പം അത് മനസ്സിനെയും ശരീരത്തിനെയും ഒരുപോലെ ഫോക്കസ്ഡ് ആക്കിയിട്ട് റിസൾട്ടിലെത്തിക്കാൻ പറ്റുന്നൊരു സംവിധാനമാണ് അത്. പിന്നെ ഇപ്പം ഇന്ത്യയിലൊരു ആയുഷിൻ്റെ ഒരു കോഴ്സ് തന്നെയാണ് യോഗ നാച്ചുറോപ്പതി. ആ ഡോക്ടേഴ്സ് നമ്മളിവിടെ
ഹയർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ആയുഷ് സർട്ടിഫൈഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലാണ്. യെസ് ആ ഇന്ത്യയിലെ ഏക ആയുഷ് എല്ലാ ആയുഷിൻ്റെ ഡിപ്പാർട്ട്മെന്റ്. അതേപോലെ തന്നെ NABH അക്രഡിറ്റഡ് ആണ്. അതെ യെസ് സാർ കണ്ടിന്യൂ ചെയ്തോളൂ പറഞ്ഞ പോയിന്റ്. നിങ്ങൾ ഒരുപാട് ന്യൂസ് കണ്ടിട്ടുണ്ടാവും ഈ നല്ല ട്രെയിനേഴ്സൊക്കെ ഹാർട്ട് അറ്റാക്ക് മരിക്കുന്ന കഥ. അപ്പോൾ എക്സസൈസ് മാത്രം മതിയാവുന്നില്ല, മനസ്സ് വലിയൊരു റോളുണ്ട്. അപ്പോൾ സംസാരിക്കാതെ ബ്രീത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് എക്സസൈസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതാണ് ശരിക്കും യോഗ. അത് സെയിം ടൈമിൽ നമുക്ക് ബോഡിക്ക് ഉദാഹരണത്തിന് ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ പോലത്തെ ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസിനെ മാനേജ് ചെയ്യാനും എല്ലാത്തിനും വളരെ എഫക്റ്റീവാണ്.